ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ധൂർത്തപുത്രന്റെ ഉപമയില് കുടുംബത്തിൽ നിന്ന് ധൂർത്തനായിട്ട് അകന്നു പോയ ആ മകൻ തിരിച്ചു വരുന്നതിന് ആ പിതാവ് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതിനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ മകന് സുബോധം വന്നപ്പോൾ അവനോട് തന്നെ പറയുന്നത് ഇപ്രകാരമാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ വാക്കുകളാണ് അവൻ സ്വഗതമായിട്ട് പറയുക. അതിപ്രകാരമാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനങ്ങൾ. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവനവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് അവന് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയിട്ട് അനുതാപത്തോടു കൂടി അവൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുന്നത് അവനെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടാണ്, ഒരു ദാസനായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ്, ദൈവത്തിന് അടിയറവ് വെച്ചുകൊണ്ടാണ്. മാനസാന്തരം അതാ. ജീവിതത്തിൻ്റെ അവസ്ഥകളെ തിരിച്ചറിയണം. ജീവിതത്തിൻ്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞിട്ട് ദൈവപിതാവിന് നിന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാതാണ്. അവിടെ ദൈവം ഇടപെടും. ഈ പിതാവ് എത്ര വാത്സല്യത്തോടു കൂടിയാ ആ മകനെ സ്വീകരിക്കുക. അവിടെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് കാലത്തില് നിന്നിലേക്ക് തിരിച്ചു വരുവാനായിട്ട്, നിനക്ക് പരിപൂർണമായിട്ട് വിധേയപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ മകനെ, ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ, കുമ്പിട്ടാരാധിച്ചിടാ.